കേരളം കഴിഞ്ഞ് കുറച്ചാണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിലെ എമ്മണ്ട് പോകും. ഫുള്ള് കേരള. പിന്നെ കാണുന്നൊരു പോകുന്നവരൊക്കെ കേരള കേരള കേരള. പിന്നെ ഇവിടെ എത്തിയപ്പോൾ എന്തായി, കേരളാല് എയും പോയി. ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന കേരൾ കേരൾ കേരൾ. കേരളം എന്ന് പറഞ്ഞെടുത്താലും കേരൾ 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 ഇതെന്നാ പറയും. ഇനി കുറച്ചുകൂടെ ചിലപ്പോൾ കേരള റബ്ബിനറിയാം. ഞാനിപ്പോൾ ഉള്ളത് ഉത്തരാഖണ്ഡിലെ അൽമോറ എന്നൊരു സ്ഥലത്താണ്. സത്യത്തിൽ ഞാൻ ഡൽഹിയിൽ നിന്ന് നൈനിറ്റാൽ കയറിയതോ ഹിമാലയ കാണണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിൻ്റെ പേരില്ല. അവിടെ നിന്ന് നൈനിറ്റാൽ കയറിയപ്പോൾ അവിടെ എന്താ ഫുള്ള് ഫോഗ്, അതൊന്നും കാണാൻ പറ്റില്ല. ഞാൻ എന്താക്കി അവിടെ പിന്നെ മുക്തേശ്വർ പോയാൽ അവിടെ നിന്ന് കാണാൻ പറ്റും എന്നോട് ആൾക്കാർ പറഞ്ഞു. ഞാൻ അവിടെ പോയപ്പോൾ അവിടെ നിന്ന് ഹിമാലയം കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ നിന്നാണ് ഇവിടേക്ക് വന്നത്, ഇവിടേക്ക് അൽമോറയ്ക്ക് വന്നത്. എന്തിന്? ഹിമാലയ കാണാം. ഇവിടെ നിന്ന് ഹിമാലയ കാണാൻ പറ്റുന്നില്ല. ഇനി ഇവിടെ നിന്ന് എൻ്റെ ലക്ഷ്യം ബാഗേശ്വർ പോകാനാണ്. ഇനി അവിടെ നിന്നും കാണാൻ പറ്റിയില്ലെങ്കിൽ നോക്കിക്കോ, ഞാൻ ഹിമാലയം കാണാതെ ഇനി എൻ്റെ ഒരു തിരിച്ചു വരവ് തന്നെ ഉണ്ടാവില്ല. ഇഷ്ടമാകും. ഇതാണ് അൽമോറയിലെ മാൾ റോഡ് എന്ന് പറഞ്ഞ മാർക്കറ്റ്. ഇവിടെ കുറേ നേരം ഇറങ്ങിയായിരുന്നു. പക്ഷെ എനിക്ക് എന്താണോ എൻ്റെ ഫിസിക്കലി ഞാൻ തീരെ ഒക്കെ അല്ലായിരുന്നു. എന്തോ ഒരു തളർച്ച പോലെ. ചിലപ്പോൾ അവിടെ നിന്ന് കഴിച്ചുള്ള ഫുഡിൻ്റെ ആയിരിക്കാം എന്തോ. പിന്നെ മെൻ്റലി ഞാൻ അത്ര ഓക്കെ ആയിരുന്നില്ല. കാരണം എൻ്റെ ഒരു കൂടെ പഠിച്ചിരുന്ന ഞങ്ങളുടെ ജൂനിയർ അമീൻ, അവൻ കഴിഞ്ഞ ദിവസം മരിച്ചു. ന്യൂസ് ഞാൻ കേട്ടായിരുന്നു. അന്ന് മുതലേ മെൻ്റലി ഭയങ്കര ഒരു വിഷമവും ആകെ തളർന്ന പോലൊക്കെ തോന്നി. അങ്ങനെ വരുന്ന വഴിക്കൊരു ബൈക്കിൽ ലിഫ്റ്റ് കാണിച്ചു. ആള് ലിഫ്റ്റ് വന്നു. ഞങ്ങളങ്ങനെ കുറേ സംസാരിച്ച് നല്ല കമ്പനിയായി. അവസാനം അദ്ദേഹം ആളുടെ വീട്ടിലോട്ടൊക്കെ കൊണ്ടുപോയി. വീടെന്ന് പറഞ്ഞാൽ അമ്മയെ സ്വർഗം. തൊട്ട് മുന്നിൽ വളരെ സുന്ദരമായ പൂന്തോട്ടം. അതിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ അടിക്കടിക്ക് വെച്ച പോലെയുള്ള നല്ല കിടുകിടലൻ മലകൾ, അതിൻ്റെ നടുവിലൂടെ ഒഴുകുന്ന നദി, വീടിൻ്റെ മുന്നിലുള്ള റോഡും മലയും ബന്ധിപ്പിക്കാൻ വളരെ സുന്ദരമായൊരു തൂക്കുപാലം, എല്ലാം കൊണ്ടും ഒരു സ്വർഗം എന്ന് പറഞ്ഞാൽ സ്വർഗം. അങ്ങനെ ഇന്നലത്തെ സ്റ്റേയും ഫുഡൊക്കെ നമ്മുടെ ബൈ എടുക്കോ രകേഷ് ബൈ ആളായിരുന്നു. ഹായ് ബോലോ. ഇത് ആയേഗാ, ഇൻസ്റ്റാ മേ ആയേഗാ. വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, സത്യത്തിൽ ഞാൻ കേട്ടതും മനസ്സിലാക്കിയതും നല്ല ഉത്തരാഖണ്ഡ്. എത്രയോ നല്ല നല്ല ആൾക്കാരെയാണ് ഞാൻ യാത്രയിൽ വെച്ച് കണ്ടുകൊണ്ടിരുന്നത്. പോകുന്ന സമയത്ത് ആൾ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ആളുടെ ഒരു ഡയറി എനിക്ക് തന്നു, ഫുഡ് പാക്ക് ചെയ്ത് തന്നു, ബസ്സിലിരുത്തി ബസ് കാശും കൊടുത്തിട്ടാണ് ആൾ എന്നെ വിട്ടത്. ഞാൻ ബാഗേശ്വരം പോയി, കേദാർ എന്ന് പറയട്ടെ. അവിടുന്ന് ഹിമാലയം കാണാൻ പറ്റിയില്ല. ഞാൻ പിന്നെ അവിടുന്ന് പോന്നു. അവിടുന്ന് ഒരു 35 കിലോമീറ്റർ മാറി ഇപ്പോൾ ചക്കോരി എന്നൊരു സ്ഥലത്താണ് ഉള്ളത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നാളെ മുൻചേരി എന്നൊരു സ്ഥലത്ത് പോകണം. അവിടുന്ന് എന്തായാലും ഹിമാലയം കാണാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഞാനിപ്പോൾ ഇവിടെ ഒരു റൂമിലുള്ള ഇവിടെ വന്ന ഇവിടുത്തെ ആൾക്കാരായിട്ടൊക്കെ കണ്ട് സംസാരിച്ച്, കേരളത്തിൽ നിന്നാണ്, ലോ ബഡ്ജറ്റ് ട്രാവലറാണ്, ഒറ്റയ്ക്കാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവരെനിക്കൊരു റൂം, നാട്ടുകാർ തന്നെ എനിക്കൊരു റൂം സെറ്റ് ചെയ്ത് തന്നു. ഇപ്പോൾ ആ റൂമിലാണ് ഇപ്പം സ്റ്റേ. ഈ വീഡിയോ ഇത്രയും ഞാൻ കണ്ട ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഒരു ഹെൽപ്പ് വേണം. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിത്രം ഈ ഭാഗത്ത് എവിടെയോ കറങ്ങിയെടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആളൊന്ന് കണ്ടുകൊള്ളാമെന്നുണ്ട്. കാരണം ഇവിടെ വരെ വന്നതല്ലേ. വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ പറ്റാവുന്ന ആൾക്കാർ അത്രയും അവനൊന്ന് മെൻഷൻ ചെയ്തേക്കണേ.